സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ നീക്കമെന്നാരോപിച്ച് എസ്എഫ്ഐ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് 8 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വി.ഡി. സതീശൻ ആർഎസ്എസിന് പാദസേവ ചെയ്യുകയാണെന്ന് എസ്എഫ്ഐ ആരോപിച്ചു. രാജ്ഭവനിലേക്ക് എസ്എഫ്ഐ പ്രവർത്തകർ കടക്കാതിരിക്കാൻ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയത്. 9 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്മാറിയില്ല. വിദ്യാർത്ഥി കരുത്തിൽ പോലീസ് കെട്ടിയ ബാരിക്കേഡ് മറിഞ്ഞു. കണ്ണീർ വാതകം പ്രയോഗിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയെങ്കിലും പൊട്ടിച്ചില്ല. ഒപ്പം ആർഎസ്എസിന്റെ പ്രിയ ചങ്ങാതി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിക്കുന്ന പോസ്റ്റർ എസ്എഫ്ഐ ഉയർത്തിക്കാട്ടി. പ്രിയപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാനെ, പ്രിയപ്പെട്ട വി.ഡി. സതീശ, പ്രിയപ്പെട്ട ആർലക്കറെ, പ്രിയപ്പെട്ട ആർഎസ്കാരെ, ആർഎസ്എസിനെതിരെ സമരം ചെയ്യുന്ന ഞങ്ങളെ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഞങ്ങളെ ഗുണ്ടകളെന്നാണ് വിളിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ പോരാട്ടം ഈ കേരളത്തിലെ മതനിരപേക്ഷമായ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. RSS നിയമിച്ച വൈസ് ചാൻസലർമാരെ പ്രതിരോധിക്കുമെന്നും എസ്എഫ്ഐ. കൊല്ലത്ത് എസ്എഫ്ഐ ജില്ലാ കമ്മിറ്റി ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എറണാകുളത്ത് BSNL ഓഫീസിലേക്കും കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിലേക്കും നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.